Hello everyone. In this class we are discussing about system of accounting. അക്കൗണ്ടിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഏതെല്ലാമാണ്? പ്രധാനമായും രണ്ട് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണുള്ളത്. വൺ ഈസ് സിംഗിൾ എൻട്രി സിസ്റ്റം, ദെൻ അനദർ വൺ ഈസ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇങ്ങനെയുള്ള നമുക്ക് സിലബസിനകത്ത് പഠിക്കാനുള്ളത് ഡബിൾ എൻട്രി സിസ്റ്റം മാത്രമേ ഉള്ളൂ. നമ്മളെ സിലബസ് ഞാൻ ഓൾറെഡി നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ BCA സ്റ്റുഡൻസ് ആണ്. എക്സ്ട്രാ, അതായത് ഒരു BCAയുമായിട്ട് ബന്ധപ്പെടാത്ത കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. 60 മാർക്കിന്റെ ചോദ്യമാണ്, 60 മാർക്സിനുള്ള ചോദ്യമാണ്, 15 മാർക്ക് ഇന്റേണലും. ഇങ്ങനെയാണ് നിങ്ങൾ ടോട്ടൽ 75 മാർക്കിലാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അതെന്താണ് എന്നുള്ള ജസ്റ്റ് നമുക്ക് സിംഗിൾ എൻട്രി എന്താണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അതാണ് കംപ്ലീറ്റ് റെക്കോർഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. മറ്റേത് ഇൻകംപ്ലീറ്റ് ആണ്. സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ രണ്ട് തരം സിസ്റ്റംസ് ആണുള്ളത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത്. ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റവും മറ്റൊന്ന് ഡബിൾ എൻട്രി സിസ്റ്റവുമാണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, this system which recognizes and records both the aspect of transactions. ഒരു ട്രാൻസാക്ഷന്റെ എല്ലാ ആസ്പെക്ടുകളും, രണ്ട് ആസ്പെക്ടുകളും എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പർച്ചേസ് ഓഫ് ഗുഡ്സ് ₹1,000. 1000 രൂപയുടെ സാധനം വാങ്ങിയെന്നാണെങ്കിൽ നമ്മളിവിടെ 1000 രൂപ കൊടുത്തതും എഴുതണം, നമുക്ക് ഇങ്ങോട്ട് 1000 രൂപയുടെ സാധനം കിട്ടിയതും എഴുതണം. അപ്പൊ നമ്മൾ ആ പുറത്തേക്ക് പോയതും അകത്തേക്ക് വന്നതും രണ്ട് ട്രാൻസാക്ഷനും നമ്മൾ എഴുതിയിരിക്കണം. ഏതിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. റെന്റ് കൊടുത്തു, നമ്മൾ വാടക കൊടുത്തു എന്നിരിക്കാം നമ്മളെ സ്ഥാപനത്തിന്റെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാടക കൊടുത്തതിനുള്ള പൈസ പുറത്തേക്ക് പോയതും വാടക എന്ന് പറയുന്ന ആസ്പെക്റ്റും റെന്റ് എന്ത് ചെയ്തു, ആ ഒരു ലയബിലിറ്റി നമ്മൾ പേ ചെയ്തു എന്നുള്ള ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്തു എന്നുള്ള കാര്യവും, ഇങ്ങനെ രണ്ട് കാര്യങ്ങളും നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും മുഴുവനായും ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ മാത്രമല്ല, ദി ഡെബിറ്റ് ആസ്പെക്ട് ഗോസ് ടു ഡെബിറ്റ് സൈഡ് ഓഫ് എൻ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഗോസ് ടു ക്രെഡിറ്റ് സൈഡ് ഓഫ് അനദർ അക്കൗണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, റെന്റ് പേ ചെയ്യുന്ന പറഞ്ഞാൽ പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതെവിടെയാ, ക്യാഷ് അക്കൗണ്ടിലാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. ദെൻ നേരെ തിരിച്ച് അതിന്റെ രണ്ടാമത്തെ ആസ്പെക്ട് ഉണ്ട്, എന്താ, റെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ റെന്റ് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് അതിന്റെ ആസ്പെക്ട് വരുന്നത്. ഇങ്ങനെ ഏത് അക്കൗണ്ടിൽ വന്നാലും ശരി, ടോട്ടൽ അവസാനം ഫൈനൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതെല്ലാം അഡ്ജസ്റ്റ് ആയി പോകുന്ന രീതിയിൽ എല്ലാം ഈക്വലൈസ് ചെയ്ത് പോകാൻ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും. എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യാന്നുള്ളത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട, അപ്പൊ ഇതിന്റെ ഡബിൾ എൻട്രിയുടെ ഫീച്ചേഴ്സ് ചിലപ്പോൾ ചോദിക്കാൻ, ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ചോദിക്കാനുള്ള സാധ്യത. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതൊരു കംപ്ലീറ്റ് ബുക്ക് ഓഫ് എന്താണ് റെക്കോർഡിംഗ് സിസ്റ്റമാണ്. ദെൻ ഈ രണ്ട് ആസ്പെക്ട്, ബോത്ത് ആസ്പെക്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് ആസ്പെക്ട് എന്താണ്, ഡെബിറ്റ് ആസ്പെക്റ്റും മറ്റൊന്നാണ് ക്രെഡിറ്റ് ആസ്പെക്റ്റുമാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ദിസ് സിസ്റ്റം ഈസ് ആക്യുറേറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ദെൻ കംപ്ലീറ്റ്, ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് കംപ്ലീറ്റ് ബുക്ക് ഓഫ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്താണ് ഈ പറയുന്ന റെക്കോർഡ് ഓഫ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. ദെൻ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട റിലയബിൾ, ഇറ്റ് ഈസ് റിലയബിൾ മെത്തേഡ് ഓഫ് എന്താണ് റെക്കോർഡിംഗ്. അപ്പൊ ഇതെല്ലാം ഡബിൾ എൻട്രിക്ക് എന്താ പറയുന്നത്, ഫീച്ചേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ മറ്റൊന്നും, ദിസ് സിസ്റ്റം ഈസ് ഫോളോഡ് ഇൻ ഓൾ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്. മിക്കവാറും ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റിലും നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യം ഈ പറയുന്ന ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പോൾ എന്താ ഈ സിംഗിൾ എൻട്രി എന്ന് പറയുന്നത്? സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് എന്തല്ല, കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് എന്താണ് മെയിന്റനൻസ് അല്ല. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡബിൾ എൻട്രി. ചിലപ്പോൾ എന്താവാം, ഡബിൾ എൻട്രി ഉണ്ടാവാം. ദെൻ വൺ എൻട്രി, നോ എൻട്രി. ചിലപ്പോൾ വൺ എൻട്രി മാത്രം എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, റെക്കോർഡ് ചെയ്യാനുള്ള സാധ്യത. ചിലപ്പോൾ രണ്ട് എൻട്രികളും റെക്കോർഡ് ചെയ്യാൻ, ഇൻകംപ്ലീറ്റ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഇൻകംപ്ലീറ്റ് എന്താണ് റെക്കോർഡ് ഓഫ് അല്ലെങ്കിൽ ബുക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. ഇറ്റ് ഈസ് ആൻ അൺസയന്റിഫിക് മെത്തേഡ് വിത്ത് നോ ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ. അതിന് പ്രത്യേകിച്ച് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ എല്ലാ ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗോയിങ് കൺസേൺ ഒക്കെ വെച്ചിട്ടാണ് നമ്മളെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ദെൻ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏതെല്ലാം, ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായും രണ്ട് അപ്രോച്ചസ് ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ചസ് ആണ്. ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിസ്റ്റം എന്ന് പറയും. അതുപോലെ തന്നെ മറ്റൊന്ന് അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അപ്രോച്ച്, അമേരിക്കൻ സിസ്റ്റം എന്ന് പറയും. ഇത് രണ്ടും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 3 കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് അക്കൗണ്ട് അറിഞ്ഞിരിക്കണം. ടൈപ്സ് ഓഫ് അക്കൗണ്ട് ആദ്യം നമ്മൾ ട്രഡീഷണൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം.
ടൈപ്സ് ഓഫ് അക്കൗണ്ട് അറിഞ്ഞിരിക്കണം. ടൈപ്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് 3 തരം അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് റിയൽ അക്കൗണ്ട്, മറ്റൊന്ന് പേഴ്സണൽ അക്കൗണ്ട്, മറ്റൊന്ന് നോമിനൽ അക്കൗണ്ട്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ടൈപ്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതെല്ലാമാണ്? റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. ഇത് മൂന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. റിയൽ, നോമിനൽ, പേഴ്സണൽ. ഒന്നാമത്തത് റിയൽ അക്കൗണ്ട്. എന്താണ് റിയൽ അക്കൗണ്ട്? റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് അസറ്റ്സ്. അക്കൗണ്ട് ഓഫ് അസറ്റ്സിനെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ്? ക്യാഷ് ഒരു അസറ്റ് ആണ്, ബിൽഡിംഗ്, മെഷീനറി, നമ്മളെ ആസ്തിയെയാണ്, പൊസഷനെയാണ്, അല്ലെങ്കിൽ നമ്മളെ വെൽബീയിങ്ങിനെയാണ് എന്ന് പറയുന്നത് അസറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ അസറ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു, അസറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അസറ്റ്സ് എന്ന് പറയുന്നത് അസറ്റുകളുടെ അക്കൗണ്ടിനെയാണ് നമ്മൾ ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ റിയൽ അക്കൗണ്ടിന് ഒരു റൂൾ ഉണ്ട്. ആ റൂൾ എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അസറ്റുകൾ സ്ഥാപനത്തിനകത്തേക്ക് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. 2 ആസ്പെക്ട് ഉണ്ടെന്ന്, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അപ്പോൾ സ്ഥാപനത്തിനകത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, എന്തെല്ലാമാണോ സ്ഥാപനത്തിന്റെ അകത്തേക്ക് വരുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഏതായിരിക്കണം? അസറ്റ് ആയിരിക്കണം. കാരണം എന്താ? ഇത് റിയൽ അക്കൗണ്ടിന്റെ റൂളാണ്. ദെൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, പുറത്തേക്ക് പോകുന്നതെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് ₹1000. 1000 രൂപക്ക് സാധനം വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൈസ പുറത്തേക്ക് പോയി. സാധനം വാങ്ങും, പൈസ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, അല്ലെ? അപ്പൊ പൈസ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. എന്തുകൊണ്ടാ? ക്യാഷിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. ആ 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. ഇപ്പൊ അത് നിർബന്ധമൊന്നുമില്ല 2 എന്ന് എഴുതണം എന്നുള്ളത്. പക്ഷെ ഡെബിറ്റ് എന്ന് പറയുന്നത് പർച്ചേസിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ക്യാഷിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറയുന്നത്. ഇനി നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വിചാരിക്കുക. ബിസിനസ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ₹10,000. 10,000 രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങി. ഞാനാ തുടങ്ങുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ പൈസ എന്ത് ചെയ്യണം? നമ്മളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ പൈസ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പൈസ എന്താണ്? ആസ്തിയാണ് നമ്മളെ. അപ്പൊ അസറ്റാണ്. അസറ്റിന്റെ റൂൾ എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നുള്ളതാണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റാണ്. അതിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, പൈസ അകത്തേക്ക് വന്നു, അപ്പൊ അതിനെ ഡെബിറ്റ് ചെയ്തു. 10,000 ടു ക്യാപിറ്റൽ. ക്യാപിറ്റൽ ആയിട്ട്, മൂലധനമായിട്ടാണ് കൊണ്ടുവന്നത്. അവർ 2 ആസ്പെക്ട്. ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നതും ഇത് കംപ്ലീറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നതും ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നതും. ഇത് രണ്ടും എഴുതിയിരിക്കണം. ഈ പറയുന്ന ഡെബിറ്റും ദെൻ അതുപോലെ തന്നെ എന്താണ്? ക്രെഡിറ്റും. അപ്പൊ ഡെബിറ്റ് ചെയ്ത് എന്താ? ക്യാഷ് ആണ്. ക്യാഷ് അകത്തേക്ക് വന്നതുകൊണ്ട്. ദെൻ അപ്പൊ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. ദെൻ രണ്ടാമത്തത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആണ്. ഇൻകത്തിന്റെയും എക്സ്പെൻസിന്റെയും അക്കൗണ്ടുകളെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സാലറി ഒരു എക്സ്പെൻസാണ്. നമ്മുടെ സ്ഥാപനത്തിലുള്ള തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, അതൊരു എക്സ്പെൻസാണ്. ദെൻ അതുപോലെ തന്നെ ഇൻകംസ് ഉണ്ട്. കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ കിട്ടി നമ്മുടെ സ്ഥാപനത്തിന്, അതൊരു എന്താണ്? ഇൻകമാണ്. ദെൻ ഇൻഷുറൻസ് പെയ്ഡ്, ഇൻഷുറൻസിന്റെ പ്രീമിയം നമ്മൾ പേ ചെയ്തു, അതെന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് ആണ്. ഇങ്ങനെയുള്ള എക്സ്പെൻസുകളുടെയും ഇൻകത്തിന്റെയും അക്കൗണ്ടുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് നോമിനൽ അക്കൗണ്ട് എന്നുള്ളത്. ഈ നോമിനൽ അക്കൗണ്ട് എന്തുണ്ട്? ഒരു റൂൾ ഉണ്ട്. എന്താ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയുന്നത്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. നിങ്ങൾ ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്യുന്ന എന്തിനെയാണ് നിങ്ങൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എക്സ്പെൻസിനെയും ലോസുകളെയും ഒക്കെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യാം. ദെൻ ഇൻകങ്ങളെയും ഗെയിൻസിനെയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ ഉദാഹരണത്തിന് പെയ്ഡ് സാലറി ഓഫ് ₹1000. 1000 രൂപ ശമ്പളം കൊടുത്തു എന്നാണ് നമ്മളൊരു ട്രാൻസാക്ഷൻ വിചാരിക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ ചെയ്യുക? റൂൾ നോക്കാം. സാലറി എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന നോമിനൽ അക്കൗണ്ട് വരുന്നതാണ്. എന്തുകൊണ്ട് നോമിനൽ അക്കൗണ്ട്? നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിന്റെ അക്കൗണ്ടാ? എക്സ്പെൻസുകളുടെയും ഇൻകത്തിന്റെയും അക്കൗണ്ടാണ്. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പം സാലറി അക്കൗണ്ട് ഡെറ്റർ, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു എന്താ നമ്മൾ കൊടുത്തിരിക്കുന്നത്? ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കുക? പൈസ, ക്യാഷ് അല്ലേ? ക്യാഷ്. ക്യാഷ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റിയൽ അക്കൗണ്ട് ആണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ആസ്തിയാണ്, അസറ്റാണ്. അസറ്റുകളുടെ അക്കൗണ്ടുകൾ നമ്മൾ വിളിക്കുന്ന പേരെന്താ? റിയൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ റിയൽ അക്കൗണ്ട് ഒരു റൂൾ ഉണ്ടായിരുന്നു നേരത്തെ. എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പൊ ഇവിടെ ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൈസ അകത്തേക്ക് വരികയാണോ പുറത്തേക്ക് പോവാണ്? പുറത്തേക്ക് പോവാണ്. നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയിക്ക് എന്ത് ചെയ്യണം? പൈസ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അയാളെ കയ്യിലേക്ക് പോവാണ്, അല്ലേ? അപ്പൊ എന്താ?
അപ്പോൾ ആ റൂളും ശരിയാവില്ലേ? അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായി വരും. നമ്മൾ ഒരു കാര്യം ഡെബിറ്റ് ആസ്പെക്ട് കണ്ടുപിടിച്ചാൽ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ശരിയാവും എന്നുള്ളതാണ്. ദെൻ മറ്റൊരു മൂന്നാമത്തെ ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് പേഴ്സൺസ്, ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെ അക്കൗണ്ട്. ഉദാഹരണത്തിന് മോഹൻസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, HDFC ബാങ്ക്, കാനറ ബാങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഈ പറയുന്ന പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം 3 തരം അക്കൗണ്ടുകൾ ഉണ്ട്. റിയൽ എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് അസറ്റ്സ് ആണ്. നോമിനൽ ഉണ്ട്. നോമിനൽ എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആണ്. ദെൻ മൂന്നാമത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏതെങ്കിലും ഈ വ്യക്തികളുടേതോ സ്ഥാപനങ്ങളുടെയോ ഒക്കെ അക്കൗണ്ടിനെ. ഇപ്പോൾ ഉദാഹരണത്തിന് കാനറ ബാങ്ക്, നമ്മൾ കുറച്ച് പൈസ കാനറ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. കാനറ ബാങ്ക് കൊണ്ടുവച്ചിട്ട് പൈസ ഇടുകയാണ്. അപ്പോൾ നമ്മൾ എന്താ വരിക? ഈ കാനറ ബാങ്ക് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് വരും, പൈസയും വരും. 2 ആസ്പെക്ട് ആണ്, ഒന്ന് കാനറ ബാങ്ക്, ഒന്ന് പൈസ. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ച പൈസ എന്ത് അക്കൗണ്ടാ? അസറ്റ് അല്ലെ? റിയൽ അക്കൗണ്ട് ആണ്. അപ്പൊ റിയൽ അക്കൗണ്ട് റൂൾ എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അകത്തേക്ക് വരുന്നതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും, പുറത്തേക്ക് പോകുന്നതിന് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ കാനറ ബാങ്ക് കൊണ്ട് പൈസ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് പൈസ പുറത്തേക്ക് പോകണം അല്ലേ? അപ്പൊ അവിടെ നമ്മൾ എന്താ ക്യാഷിന് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആരെയാ? അപ്പൊ നമ്മൾ ഇവിടെ ഈയൊരു റൂൾ ഉണ്ട്, ഈ പറയുന്ന പേഴ്സണൽ അക്കൗണ്ടിന് റൂൾ ഉണ്ട്. എന്താ പേഴ്സണൽ അക്കൗണ്ട് റൂൾ എന്ന് പറയുന്നത്? ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. പൈസ വാങ്ങുന്ന ആളെ ഡെബിറ്റ് ചെയ്യും, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ബാങ്ക് പൈസ കൊണ്ടുപോയിടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആരാ വാങ്ങുന്നത്? ബാങ്കാണ് വാങ്ങുന്നത്. അപ്പൊ വാങ്ങുന്ന ആളെ ഡെബിറ്റ് ആണ് ചെയ്യണം. അപ്പം HDFC ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, പൈസയാണ് നമ്മൾ ഇടുന്നത്. ഇങ്ങനെ ഈ പറയുന്ന 2 ആസ്പെക്റ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് 3 തരം അക്കൗണ്ടുകളുണ്ട്: റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക 3ന്റെയും റൂൾ. റിയൽ അക്കൗണ്ട് എഴുതിയിട്ട് അതിന് താഴെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് പെട്ടിയിലാക്കിട്ട് വെക്കുക, സ്ക്വയർ ഇട്ടിട്ട്. മറന്നുപോയത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട സാധനം. ദെൻ രണ്ടാമത്തത് നോമിനൽ അക്കൗണ്ട് എന്ന് പറയാം. നോമിനൽ അക്കൗണ്ട് റൂൾ ഉണ്ട്: ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ദെൻ മൂന്നാമത്തത് എഴുതി വെക്കുക എന്താ? പേഴ്സണൽ അക്കൗണ്ട് ആണ്. അവിടെ വേണമെങ്കിൽ അതിന്റെ മീനിങ് ഒക്കെ എഴുതി വെക്കാം. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഓഫ് എന്താണ്? ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. ദെൻ അതിന്റെ റൂൾ ഉണ്ട്: ഡെബിറ്റ് ദി എന്താ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗിവർ, ഡെബിറ്റ് ദി റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗിവർ. സോറി, മാറിപ്പോയി. ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. വാങ്ങുന്ന ആളെ ഡെബിറ്റ് ചെയ്യും, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ 3 റൂളും എന്ത് ചെയ്യാം? ഞാൻ കൃത്യമായിട്ടൊന്ന് ഇവിടെ കാണിക്കാം. ഇതാണ് 3 റൂള്. ഇതൊന്ന് കൃത്യമായിട്ട് എഴുതി എടുക്കുക. ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രാൻസാക്ഷൻ വെച്ചിട്ട്, കുറച്ച് ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഇത് ശരിയാണോ നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. രാജു കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. 2 കാര്യങ്ങളാണ് വരിക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ രാജു ബിസിനസ് തുടങ്ങുന്ന കുറച്ച് പൈസയായിട്ട് എന്നുള്ളതാണ്. അപ്പം ക്യാഷും മറ്റൊന്ന് രാജുസ് ക്യാപിറ്റലുമാണ്. ക്യാപിറ്റലും ക്യാഷുമാണ് ഉണ്ടാവുക. അപ്പോൾ നോക്കുക, ക്യാഷ് എന്താ? റിയൽ അക്കൗണ്ടാണ്. കോളത്തിൽ നോക്കിയാൽ കാണാം അക്കൗണ്ട് ഏതെല്ലാമാണ് ഉള്ളത്. ദെൻ രണ്ടാമത്തേൽ ടൈപ്പ് ഓഫ് അക്കൗണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ അക്കൗണ്ടാണ്. ദെൻ അതിനെ ക്യാഷ് കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് പൈസ വരാമെന്ന് അർത്ഥം. അപ്പോൾ അതിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നുള്ളതാണ്. അതാണ് അവിടെ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് എഴുതി. പിന്നെ റീസൺ എന്താണ്? വാട്ട് കംസ് ഇൻ. ദെൻ അതിൻ്റെ തൊട്ട് താഴത്തെ ലൈനിൽ തന്നെ അതേ കോളത്തിൽ തന്നെ രാജു കമൻസിൽ ബിസിനസ് വിത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആസ്പെക്റ്റ് രാജുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 ആസ്പെക്റ്റും ഉണ്ടാവും. അതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാജൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടാണ് അല്ലേ? രാജൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടാണ്. ദെൻ അത് ക്രെഡിറ്റ് ആണ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ദി ഗിവർ, പൈസ തന്ന ആളെ, അതായത് രാജുവാണ് പൈസ തന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പെയ്ഡ് ക്യാഷ് ടു മോഹൻ. മോഹന് പൈസ കൊടുത്തതാണ്. 2 എണ്ണമാണുള്ളത്. 2 അക്കൗണ്ട് എഫക്റ്റാണ് ഉള്ളത്. ഒന്ന് മോഹനും മറ്റൊന്ന് ക്യാഷും. പൈസ മോഹൻ കൊടുത്തു പറഞ്ഞാൽ ഒന്ന് ക്യാഷും മറ്റൊന്ന് മോഹനാണ്. അപ്പോൾ 2 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മോഹൻ എഴുതിയിട്ടുണ്ട്, ക്യാഷ് എഴുതി വെച്ചു. ഇനി മോഹൻ എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ ഡെബിറ്റ്. മോഹന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ പൈസ മോഹൻ വാങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദി റിസീവറാണ്. അപ്പോൾ അത് ഡെബിറ്റ് ചെയ്തു അല്ലേ? അങ്ങനെയല്ല നമ്മൾ അതിൻ്റെ റൂൾ പഠിച്ച് ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ എന്നുള്ളതാണ്. ദെൻ
അടുത്തത് ക്യാഷ്. അതിൻ്റെ കൂടെ തന്നെ ക്യാഷ് എന്ന് പറയുന്നുണ്ട്, റിയൽ അക്കൗണ്ടാണ്. പൈസ മോന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോയെന്നാണ്. അപ്പോൾ അതിൻ്റെ റൂൾ എന്താ, വാട്ട് ഗോസ് ഔട്ട് എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തത് ബോട്ട് മെഷീനറി ഫോർ ക്യാഷ്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് മെഷീനറി, മറ്റൊന്ന് ക്യാഷ്. രണ്ടും റിയലാണ്. മെഷീനറി എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റാണ്, ക്യാഷ് എന്ന് പറഞ്ഞാലും അസറ്റാണ്. അപ്പോൾ അവിടെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ളതാണ്. പൈസക്ക് മെഷീനറി വാങ്ങി എന്ന് പറഞ്ഞാൽ പൈസ പുറത്തേക്ക് പോകും, മെഷീൻ അകത്തേക്ക് വരും. അപ്പോൾ മെഷീനെ ഡെബിറ്റ് ചെയ്തു, പുറത്തേക്ക് പോയ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്തു. ദെൻ നാലാമത്തത് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു രാജേഷ്. രാജേഷിന് കടത്തിന് പൈസ സാധനം വിറ്റു എന്നുള്ളതാണ്. കടം ആയിട്ട്, പൈസ തന്നിട്ടില്ല, കടമായിട്ടാണ് സാധനം വിറ്റത്. പൈസക്കാണെങ്കിൽ അവിടെ പിന്നെ സെയിൽസും എന്തുവാ വരിക, ക്യാഷുമാണ് വരിക. പക്ഷേ ഇവിടെ കടത്തിനായതുകൊണ്ട് സെയിൽസും രാജേഷുമാണ് വന്നത്. സെയിൽസ് ബ്രാക്കറ്റിൽ ഗുഡ്സിന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ സെയിൽസും രാജേഷുമാണ് വന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും വരിക, പൈസക്കാണ് വിറ്റതെങ്കിൽ സെയിൽസും പൈസയും ക്യാഷുമാണ് വരിക. ഓക്കെ, ഇവിടെ കടത്തിനായതുകൊണ്ട് എന്ത് ചെയ്തു, രാജേഷും സെയിൽസും വന്നു. രാജേഷ് പേഴ്സണലാണ്, സെയിൽസ് റിയൽ അക്കൗണ്ടാണ്. സെയിൽസ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മളെ അസറ്റുകളുടെ അക്കൗണ്ടാണ്. ദെൻ അപ്പോൾ എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെബിറ്റാണ് പേഴ്സണൽ അക്കൗണ്ട് ചെയ്യുക, കാരണം അത് റിസീവറാണ്. ദെൻ മറ്റൊന്ന് നമ്മൾ സാധനം റിസീവ് ചെയ്തായ ഈ പറയുന്ന രാജേഷാണ്. ദെൻ സെയിൽസ് എന്താ, ക്രെഡിറ്റ് ആണ്, കാരണം എന്താ പുറത്തേക്ക് പോയതാണ്. ദെൻ പെയ്ഡ് റെൻറ്റ്, അടുത്തത് അഞ്ചാമത്തത്. റെൻറ്റ് പേ ചെയ്തെന്ന് വെച്ചാൽ വാടക കൊടുത്തു എന്നാണ് അർത്ഥം. രണ്ട് കാര്യങ്ങളാണ്, റെൻറ്റും മറ്റൊന്ന് ക്യാഷുമാണ്. പൈസയാണ് നമ്മൾ റെൻറ്റ് പേ ഇടുന്നത്. അപ്പോൾ റെൻറ്റ് എന്താ, ഒരു എക്സ്പെൻസാണ്, അത് നോമിനൽ അക്കൗണ്ടാണ്, അത് ഡെബിറ്റാണ് ചെയ്യുക. എല്ലാ നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്നുള്ളതാണ്. ദെൻ ക്യാഷാണ് മറ്റൊന്ന്, അപ്പോൾ അത് റിയൽ അക്കൗണ്ടാണ്, ക്രെഡിറ്റ് ആണ്, കാരണം അത് പുറത്തേക്ക് കൊടുത്താണ്. റെൻറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ പൈസ പുറത്തേക്കാണ് പോയത്. ദെൻ റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാഷും മറ്റൊന്ന് കമ്മീഷനുമാണ്. ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടാണ്, അപ്പം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആണ്. ദെൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻകമാണ്. കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ പെയ്ഡ് ആണെങ്കിൽ അത് എക്സ്പെൻസാണ്, ഇത് കമ്മീഷൻ റിസീവ്ഡ് കമ്മീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൽ നമുക്ക് ഇൻകമാണ്, അപ്പോൾ ഇൻകത്തിന് നമ്മൾ ചെയ്യുക ക്രെഡിറ്റ് ആണ്. നേരെ വെച്ച് കമ്മീഷൻ പെയ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു, കമ്മീഷനെ ഡെബിറ്റാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇൻകമാണ്, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ കമ്മീഷൻ പെയ്ഡ് ആണെങ്കിൽ പൈസ എങ്ങോട്ട് പോകും, പുറത്തേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് നോക്കുന്ന സമയത്ത് അതെന്താ തിരിഞ്ഞു വരും, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷനൊക്കെ ആണ്. അപ്പോൾ ഇത് നല്ലോണം നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങൾ നല്ല തറവായിട്ട് പഠിച്ചിരിക്കണം, ചെയ്തു നോക്കണം. ദെൻ ഇത് കൂടാതെ കുറേ ട്രാൻസാക്ഷൻസ് നമ്മളെ ബുക്കിനകത്തുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, +2 കൊമേഴ്സൊക്കെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീടിനോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ ബുക്ക് ഒന്ന് നോക്കിയിട്ട് അതിനകത്ത് കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന. അതൊന്ന്, ഇത് ബേസാണ് അക്കൗണ്ടിങ്ങിൻ്റെ, അതൊന്ന് നല്ല തറവായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ നേരത്തെ നമ്മൾ ട്രഡീഷണൽ അപ്രോച്ച് പഠിച്ചു, അവിടെ റിയൽ, നോമിനൽ, പേഴ്സണൽ അക്കൗണ്ട് പറഞ്ഞു. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, അല്ലെങ്കിൽ അമേരിക്കൻ സിസ്റ്റം എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷന്റെ പുറത്താണ് മൊത്തം അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. ആ ഇക്വേഷൻ ഇതാണ്: അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റിയും ക്യാപിറ്റലും കൂട്ടിക്കഴിഞ്ഞാൽ അസറ്റ് ഉണ്ട്. അസറ്റിനകത്ത് ലയബിലിറ്റിയും കുറയ്ക്കുക, ക്യാപിറ്റലും കുറച്ചാൽ 0, ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഇത് ബിസിനസ്സിൽ, ഇത് നമ്മളെ ബാലൻസ് ഷീറ്റ് പ്രിൻസിപ്പിൾ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സൈഡിൽ ഫുൾ അസറ്റാണ് എഴുതുക, അപ്പുറത്തെ സൈഡിൽ ലയബിലിറ്റിയും ക്യാപിറ്റലും ഒരുമിച്ചാണ് എഴുതുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ വരുന്ന വ്യത്യാസം ഈ പറയുന്ന മറ്റു 2 ഐറ്റങ്ങളിലും എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ വരും. ആ രീതിയിലാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമാറ്റ് നമ്മൾ നോക്കുക. അസറ്റ് മൈനസ് ലയബിലിറ്റി ചെയ്താൽ ക്യാപിറ്റൽ കിട്ടും, അസറ്റ് മൈനസ് ക്യാപിറ്റൽ ചെയ്താൽ നമുക്ക് ലയബിലിറ്റീസ് കിട്ടും. ഓക്കെ, ദെൻ ഇത് രണ്ടും അസറ്റിനകത്ത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 0 കിട്ടുമെന്നുള്ളതാണ്. ഇത് മോഡേൺ അപ്രോച്ചാണ്. ഇതും നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇതാണ്. ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പഠിക്കും. ഇത്രയാണ് ഇതിന്റെ ബേസിക്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.